ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയ ഒരു ചെറിയൊരു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ എല്ലാ ട്രാവലിംഗ് വീഡിയോസൊന്നും ഷെയർ ചെയ്തില്ല, പക്ഷേ ഇതൊരു എന്താ പറയുക, നമ്മൾ തൊട്ടടുത്തുള്ളൊരു എന്താ പറയുക, ഒരു ഫോർട്ടാണ്. അപ്പോൾ അത് നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ അടുത്തൊരു ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുന്നതാണ്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആണ് ഇവിടേക്ക് വന്നത് കേട്ടോ. അലാസം കാസ്റ്റൽ എന്ന് പറയാം. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് കുറച്ച് പോകാനുള്ളൂ കേട്ടോ. അൽഹംദുലില്ലാ എൻ്റെ മോന് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ, കുറച്ചായി നടക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലൂടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇത് വലിയൊരു ഫോർട്ടാണ്, നമ്മളെ കോട്ടല്ലേ, കോട്ട എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് എത്രയാണ് പെർ ഹെഡാണ്, എത്രയാണെന്ന് അറിയില്ല. ഹസ്ബൻഡ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ടൈം ഇങ്ങനെ വൈകിട്ട് 4 മണി മുതലാണ് ടൈം. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു സംഭവം കിട്ടി, ഒരു ഫോണ്. ഇതാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഓരോ സെക്ഷൻ്റെയും ഓരോ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തണം. ആ ഒരു ജസ്റ്റ് ഇപ്പോൾ ഒരു 22 ആണ് ഒരു ഡോറ്. ആ ഡോറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ അടിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് അത്. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഇതുപോലെ പുരാവസ്തു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പുരാവസ്തു അല്ല, ഇവർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കേട്ടോ. ഇതെല്ലാം ഇങ്ങനത്തെ സ്റ്റിക്ക്, ഈ പോട്ട്, ഇതെല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. അങ്ങനെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് കുറച്ച് റേറ്റ് സ്വാഭാവികമായിട്ടും കൂടുതലാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ആവശ്യമില്ല. ഇവിടെ വാളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ നട്ട് നമ്മുടെ നൂലുകൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ സംഭവം. ചെറുത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയില്ല. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് കാണാനും ഇവിടെ വിൽക്കാനും കൂടെ. ഹെന്ന പൗഡറാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം എന്നതുപോലെ. അങ്ങനെ മോള് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ എല്ലാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓരോ സെക്ഷനിലേക്ക് വരികയാണ്. ഇത് ഈത്തപ്പഴം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ഇത് എത്രയോ വർഷം പഴക്കമുള്ളൊരു കോട്ടയാണ്. ഒരുപാട് റൂം, അതായത് ഒരുപാട് സെക്ഷൻ ഉണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ചില സ്ഥലത്തൊക്കെ അവിടെ കയറി വരുമ്പോൾ പേടി തോന്നും. അങ്ങനത്തെ കുറേ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ ആളിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കുഴിയാണ്. അതിനുള്ളിൽ വെള്ളം വരും എന്നാണ് പറയുക. അങ്ങനെ ഓരോ ചരിത്രങ്ങളാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയത് കേട്ടോ. ഇത് തന്നെ ലൈറ്റ് ഓഫ് ആവുന്ന ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു. ആളിരിക്കുക മീൻസ് അതൊരു പ്രതിമയാണ്. ഇതാണ് നമ്മുടെ പീരങ്കി അറിയില്ലേ? കണ്ടില്ലേ, ഇതുപോലെ ഓരോരോ സാധനങ്ങൾ, അതായത് ഓരോരോ രൂപങ്ങൾ ഓരോരോ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജയിൽ, പ്രിസണാണ്. ഇതെന്ത് റൂമാ? ഇതും പ്രിസൺ തന്നെ കേട്ടോ. അങ്ങനെ വുമൻസ് പ്രിസൺ, ഇത് വുമൻസ് പ്രിസണ്, മറ്റേത് മെൻസ് പ്രിസൺ, അങ്ങനെ ഓരോന്നോന്നാണ്. ഇത് ജിന്നിൻ്റെ റൂമെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് റൂമുകളുണ്ട് ഓരോരോ സംഭവത്തിനായിട്ടുള്ളത്. പക്ഷേ ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ലൊക്കേഷന് അടുത്താണ്, തൊട്ടടുത്താണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് പോയതാണ്. ഇതാണ് ഫോർട്ടിന് ഏറ്റവും മുകളിലത്തെ ആ ഒരു വ്യൂ എന്ന് പറയണത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആട്ടോ. ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്തപ്പോൾ ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. എന്താ പറയുക, പിന്നെ ഇവിടെ സ്പാ ഉണ്ടായിരുന്നു. നമ്മുടെ മീനിൻ്റെ സ്പാ ഇല്ലേ, അതാട്ടോ ഇത്. അങ്ങനെ ഒത്തിരി മീനൊന്നുമില്ല, ഉള്ളത് വന്നിട്ട് നമുക്ക് സ്പാ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ടായിരുന്നു.
പിന്നെ അതാ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ കൂടുതലായിട്ട് എടുത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ബാക്കിൽ തന്നെ ഇതുപോലൊരു എന്താ പറയുക ഇതുണ്ട്, എന്താ പറയുക എനിക്കറിയില്ല, വാദിയാണോ, വാദിയല്ല, ജസ്റ്റ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഇതിലും ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാം പോകുന്നു. പിന്നെ നമ്മൾ ലൈറ്റായിട്ടൊരു ജ്യൂസ് വാങ്ങിച്ചിട്ടാ, അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.